ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷിനരികിൽ നിന്ന് സ്നേഹയെ പറഞ്ഞയച്ചതിനു ശേഷം സച്ചി ധനുഷിനരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നീ ആള് ശരിയല്ല എന്ന്. അങ്ങനെ പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ ധനുഷാകെ കലിപ്പ് നിൽക്കുന്നത് കണ്ട് ധനുഷിന്റെ അരികിലേക്ക് ഒരിക്കൽ കൂടി സച്ചി എത്തി. സച്ചി ധനുഷിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ പരസ്പരം പ്രണയിച്ചു നിൽക്കുന്ന സമയത്ത് സച്ചി എന്ന് പറയുന്ന നിന്റെ ഏട്ടൻ വന്നാൽ, സ്നേഹയുടെ ഏട്ടൻ വന്നാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചല്ലോ. അപ്പോ അതിനെന്താ മറുപടി തരേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയാവോ? ഞാൻ ആ മറുപടി തന്നു കഴിഞ്ഞാൽ നിന്റെ ഈ മനോഹരമായ ഈ മുഖം ഉണ്ടല്ലോ, അതാകെ വൃത്തികേടാവും. പക്ഷെ അത് ഞാനിപ്പോ ചെയ്യാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിന്റെ ഈ മുഖത്ത് ആദ്യത്തെ വിരല് വീഴേണ്ടത്, ആദ്യത്തെ അടി വീഴേണ്ടത് നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എന്റെ സ്നേഹയുടെ കയ്യിൽ നിന്നായിരിക്കണം. അവള് നിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് നിന്റെ സ്വഭാവം മനസ്സിലാക്കിയതിനു ശേഷം അവൾ തന്നെ നിന്റെ മുഖത്ത് ആദ്യം തല്ലണം. ഇനിയും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ആ ചെറിയ ആഗ്രഹം ഞാൻ അങ്ങ് മറന്നുപോയെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി ധനുഷിന്റെ റൂമിൽ നിന്ന് പോകുന്നു. ധനുഷ് സച്ചിയുടെ വാക്കുകൾ കേട്ട് ആകെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് പാറമടയിൽ നിന്ന് കണ്ടെടുത്ത ആ ശവശരീരം ആരുടേതാണെന്ന് ഫോറൻസിക് ആളുകളെത്തി പരിശോധന നടത്തുകയും ചില ഊഹാപോഹങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ACP ആയ കാർത്തിക് അവിടേക്ക് വന്നെത്തി. കാർത്തികിന്റെ അരികിലേക്ക് എത്തി SI പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ കാർത്തികിനോട് പങ്കുവെക്കണം. അവിടെ ആദ്യം ആ ബോഡി കണ്ടെത്തിയ ആളാരാണെന്ന് അന്വേഷിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന രാജൻ എന്ന് പറഞ്ഞ ആളെ SI അവിടേക്ക് വിളിപ്പിച്ചു. പിന്നീട് അയാളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഫോറൻസിക്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെത്തിയ ആളുകൾ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സർ, ഞങ്ങളുടെ ആദ്യത്തെ പരിശോധനയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സർ. അപ്പോ കാർത്തിക് ചോദിച്ചു, എന്തെങ്കിലും ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ? കൊലപാതകമോ അങ്ങനെ മറ്റെന്തെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഒരു ആത്മഹത്യ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സാർ, പ്രത്യേകിച്ചൊന്നും പറയാറായിട്ടില്ല. പിന്നെ ഒരാഴ്ചയോളം പഴക്കമുണ്ട് ഇപ്പോ ഈ ശരീരത്തിന്. പിന്നെ അയാളുടെ ഇടതുവശത്തായിട്ട് ആഴത്തിൽ നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ട്. അതാണ് പിന്നീട് കണ്ടെത്തിയ കാര്യം എന്നറിയിച്ചു. അത് കേട്ടതും കാർത്തിക് ചോദിച്ചു, അത് ചിലപ്പോ അയാളുടെ വീഴ്ചയിൽ വല്ലോ പാറയിലോ മറ്റോ മുഖം തട്ടിയിട്ടുണ്ടായ മുറിവായിരിക്കില്ലേ അത് എന്ന് കാർത്തികിന്റെ ചോദ്യം കേട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല സർ. അങ്ങനെ പാറക്കെട്ടിലെങ്ങാനും വീണുണ്ടായ മുറിവാണെങ്കിൽ ആ രക്തം അത് ദേഹത്ത് ആസകലം അത് അയാൾ ധരിച്ചിരിക്കുന്ന ഷർട്ടിലും മുണ്ടിലും ഒന്നും തന്നെ ആ രക്തക്കറ വന്നെന്ന് വരില്ല. പക്ഷെ അയാളുടെ ഷർട്ടിലും മുണ്ടിലുമൊക്കെ ഇപ്പോഴും കാണുന്ന രക്തക്കറ അത് മറ്റെവിടെയോ വെച്ച് അയാൾക്ക് മുറിവുണ്ടായതിനു ശേഷം അയാളുടെ മുഖത്ത് ആരോ എന്തോ മാരകമായിട്ടുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് അയാളുടെ മുഖത്ത് അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾക്ക് മുറിവുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നാണ് സംശയം. എന്തായാലും ഇനി അയാളുടെ ആ വസ്ത്രങ്ങളിൽ പുരണ്ടിരിക്കുന്ന ആ രക്തക്കറ അതിന്റെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ച് അത് അയാളുടെ തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും പറയാൻ കഴിയൂ സർ എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. അത് കേട്ടതും കാർത്തിക് ചോദിച്ചു, ശരി, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ദൃശ്യം ആദ്യം കണ്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ രാജൻ എന്ന് പറഞ്ഞ അയൽവാസിയെ എവിടേക്ക് SI വിളിപ്പിച്ചു. അയൽവാസിയോട് കാർത്തിക് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അയാളാണ് ആദ്യം കണ്ടതെന്ന് ചോദിച്ച ചോദ്യത്തിന് താനല്ല എന്നും ഇവിടെ സൂംബ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവരിവിടെ വന്ന് അവധി ദിവസങ്ങളിലാണ് അവർ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അവര് ഇന്ന് രാവിലെ വന്നപ്പോ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് അവരെന്നെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. എന്നിട്ട് അവരെവിടെയെന്ന് കാർത്തിക് അന്വേഷിച്ചപ്പോ അവര് പിന്നീട് പോയി സർ. സത്യത്തിൽ അവർ ഈ നാട്ടിലുള്ളവരല്ല. ആ കുട്ടികൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും കാർത്തിക് ചോദിച്ചു, ഇന്നതിന് അതുപോലെ അവധിയുള്ള ദിവസമൊന്നും അല്ലല്ലോ, പിന്നെ അവർ ഇന്ന് വരാൻ കാരണം എന്താ എന്ന് ചോദിച്ചപ്പോ അതിന് പ്രത്യേകിച്ച് കാര്യം എനിക്കറിയില്ല സർ. ഇന്ന് അവർക്കെന്തോ പ്രോഗ്രാം നാളത്തേക്കുണ്ടെന്നും അതിന്റെ പ്രാക്ടീസിനായി അവർ എത്തിയതാണെന്നൊക്കെയാണ് പറഞ്ഞത് സർ എന്ന് രാജൻ അറിയിച്ചു. ശരി, ഇനി എന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ ചിലപ്പോൾ താങ്കളെ ഞങ്ങൾ വിളിച്ചേക്കുമെന്ന് പറഞ്ഞ അവിടെ നിന്ന് കാർത്തിക് SIയുടെ ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വരാനും പിന്നെ ഇത് ആരുടെ ബോഡിയാണ് എന്ന് ബന്ധുക്കളെ അങ്ങനെ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം ഈ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അവരിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നും കാർത്തിക് നിർദ്ദേശം നൽകുന്നു. ഉടനെ തന്നെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സർ. ഒരു അജയ് എന്ന് പറയുന്ന ആളുടേതാണ് ഇതെന്നാണ് ഇപ്പോൾ ഒരു സംസാര വിഷയമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടതിന് ശേഷം പിന്നെ ആകെ കണ്ടെത്തിയ ഒരു തെളിവെന്ന് പറയുന്നത് സർ, അയാൾ ഇട്ടിരുന്ന ഷർട്ടിൽ നിന്ന് ഒരു മാല കിട്ടിയിട്ടുണ്ട്. അയാളുടെ ഷർട്ടിന്റെ
ബട്ടണിൽ കുടുങ്ങി കിടന്നിരുന്ന മാലയാണത്. ആ മാല കണ്ടെത്തിയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞ് ഒരു കവറിൽ ആ മാല കാർത്തികിന്റെ കൈകളിലേക്ക് അവർ ഏൽപ്പിച്ചു. കാർത്തിക് അതുമായിട്ട് നേരെ അവിടെ നിന്ന് ആ സ്പോട്ടിൽ നിന്ന് പുറപ്പെട്ടു. പിന്നീട് കാണുന്നത് കമലെടുത്തി ആതിരയ്ക്കുള്ള ജ്യൂസുമായിട്ട് ആതിരയുടെ റൂമിലേക്ക് കമലെടുത്തി എത്തണം. അതുമായി കമലെടുത്തി മോളെ ആതിര എന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്ന് കയറുമ്പോഴാണ് നിലത്ത് ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന ആതിരയെ കമലെടുത്തി കണ്ടത്. ആ കാഴ്ച കണ്ടതോടെ കമലെടുത്തിയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് നിലത്തേക്ക് വീഴുകയും മോളെ ആതിരയെന്ന് കമലെടുത്തി നിലവിളിച്ചു. അതിനുശേഷം ദയാനന്ദ മാഷിനെയും അനൂപിനെയും അവിടേക്ക് കമലെടുത്തി വിളിപ്പിക്കുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ആതിര ബോധമറ്റ് കിടക്കുന്ന കണ്ട് ഉടനെ തന്നെ മീരയെയും മറ്റെല്ലാവരെയും വിളിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി കമലെടുത്തി ഒരുങ്ങുന്നു. പിന്നീട് കാറിൽ യാത്ര ചെയ്തു കാറിൽ അങ്ങനെ പോകുന്ന സമയത്ത് കാർത്തിക് തന്റെ ഫോൺ എടുത്ത് അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. കിച്ചണിൽ ജോലി ചെയ്യുന്ന അർച്ചന തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം കോൾ അറ്റൻഡ് ചെയ്യുകയും പരിചയമില്ലാത്ത നമ്പർ കണ്ട് സംശയത്തോടെ ആരാണെന്ന സംശയത്തിൽ ആ കോള് അറ്റൻഡ് ചെയ്തുകൊണ്ട് അർച്ചന നോക്കുമ്പോൾ ഉടനെ കാർത്തിക് അർച്ചനയോട് ചോദിച്ചു, ഇത് അർച്ചനയല്ലേ നെല്ലിശ്ശേരിയിലെ എന്ന് ചോദിച്ചപ്പോ അതെ, ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം ACP കാർത്തിക്കാണ് വിളിക്കുന്നത്. ഒരു അജയനെ അർച്ചനയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചതും അർച്ചന ആകെ ഞെട്ടിത്തിരിച്ചെന്നു. ഉടനെ ഹലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അജയനെ അങ്ങനെ അറിയാം, അത്ര അടുപ്പമൊന്നും തന്നെ ഇല്ല, കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. അജയൻ എന്ന് പറയുന്ന ഒരാളെ പരിചയമുണ്ട്. എന്ത് സർ എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ ഉടനെ കാർത്തി പറഞ്ഞു, അജയനെ കുറിച്ച് അർച്ചനയ്ക്ക് എന്തെങ്കിലും അറിയാമെന്ന് എന്നോട് കളക്ടർ മേഡം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അർച്ചനയെ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അയാളുടേതെന്ന് തോന്നുന്ന ഒരു ഡെഡ് ബോഡി ഇവിടെ അടുത്തുള്ള ഒരു പാറമടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബന്ധുക്കളെത്തി അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുകൂടി വേണം. പക്ഷെ ഞാൻ വിളിച്ചത് അയാളുടെ മരണം എങ്ങനെയുള്ളതാണെന്നോ അയാൾ ആത്മഹത്യ ചെയ്താണോ അതോ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ അയാളുടെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിക്കിടന്ന ഒരു മാല കണ്ടെത്തിയിട്ടുണ്ട്. ആ മാല ആരുടേതാണെന്ന് അർച്ചനയ്ക്ക് എന്തെങ്കിലും അറിയുമോ എന്നറിയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അർച്ചനയ്ക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹായമായിരിക്കും. ഞാൻ എന്തായാലും അർച്ചനയുടെ ഫോണിലേക്ക് ആ മാലയുടെ ഫോട്ടോ സെൻഡ് ചെയ്യാം. അർച്ചന അത് നോക്കിയിട്ട് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കഴുത്തിൽ ആ മാല കിടന്ന് പരിചയമുണ്ടോ എന്ന് ഒന്ന് അർച്ചന അറിയിക്കണം. പിന്നെ അറിയാമെങ്കിലും അല്ലെങ്കിലും അർച്ചന എന്നെ ഉറപ്പായിട്ടും വിളിക്കണം എന്ന് കാർത്തിക് പറഞ്ഞു. ശരിയെന്ന് അർച്ചന പറയുമ്പോൾ കാർത്തിക് അർച്ചനയോട് ചോദിച്ചു, അല്ല ഈ ധനുഷ് എന്ന് പറഞ്ഞ ആള്, അയാളെ കുറിച്ച് എന്താ അർച്ചനയുടെ അഭിപ്രായം? അങ്ങനെ ഒരാള് അർച്ചനയുടെയൊക്കെ കുടുംബത്തിൽ വന്നു കയറിയിട്ടുണ്ടെന്ന് മേഡം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ധനുഷ് എന്ന് പറഞ്ഞ് അർച്ചന പറയണോ വേണ്ടേ എന്ന സംശയത്തിൽ നിന്നപ്പോ ഉടനെ കാർത്തിക് പറഞ്ഞു, കുഴപ്പമില്ല, അയാളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചോളാം. എന്തായാലും അർച്ചന ഇപ്പോ ഈ മാല അർച്ചന ആരുടെയെങ്കിലും കഴുത്തിൽ കിടന്ന് കണ്ടതായിട്ട് അർച്ചനയ്ക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. കണ്ടെത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ വെച്ചു. അർച്ചന ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം കാർത്തിക് അർച്ചനയുടെ ഫോണിലേക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്തു. ആ സമയത്ത് അർച്ചന മനസ്സിലേക്ക് എത്തിയത് അന്ന് അനഘയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവിടെ എത്തി സച്ചിയും സന്ദീപും കൂടി അജയനെ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചതിന് ശേഷം അവിടെ കെട്ടിയിട്ട് മടങ്ങിയ ആ നിമിഷത്തെക്കുറിച്ച് അർച്ചന ഓർമ്മിച്ചു. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് കാർത്തിക് ആ ഫോട്ടോ ഇട്ട് കൊടുത്തത്. ഫോട്ടോ വന്നത് കണ്ട് അർച്ചന ആ ഫോട്ടോ കുറെ നേരത്തേക്ക് തന്റെ മൊബൈലിൽ കണ്ട ആ ഫോട്ടോയിലേക്ക് ഒന്ന് ആശങ്കയോടെ നോക്കി. വല്ലാതെ ഭയന്നങ്ങനെ അർച്ചന നിൽക്കുന്നത് കണ്ട് കിച്ചണിലേക്ക് എത്തിയ അനഘ ചോദിച്ചു, എന്താ എടുത്തി എന്താകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ഈ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത് എന്താ എടുത്തി ഇത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന തന്റെ ഫോണിൽ വന്ന ആ മാലയുടെ പിക്ചർ അനഘയെ കാണിച്ചിട്ട് ACP വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനഘയോട് പറയുന്നു. അജയൻ മരണപ്പെട്ട വിവരം കേട്ടതോടെ അനഘയ്ക്ക് ആകെ ടെൻഷനായി. അനഘ വേഗം ആ ഫോൺ വാങ്ങിച്ച് അതിലെ ആ ഫോട്ടോസ് നോക്കി. അത് നോക്കിയതും അനഘയ്ക്ക് വല്ലാത്ത ടെൻഷനുമായി. ഈ മാല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എടുത്തി എന്ന് അനഘ പെട്ടെന്ന് അർച്ചനയോട് അറിയിച്ചു. അർച്ചന ചോദിച്ചു, സത്യമാണോ മോളെ, നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരുടെ കഴുത്തിലാ? നിനക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതേ എടുത്തി, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നോർക്കട്ടെ എന്ന് പറഞ്ഞ് അല്പനേരം ആലോചിച്ചിട്ട് അനഘ ഒരിക്കൽ കൂടി ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ട് പറഞ്ഞു, എടുത്തി ഇത് ധനുഷിന്റെ മാലയാ.
അത് കേട്ടതും അർച്ചന ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതേ എടുത്തി, ഇത് ഞാൻ ധനുഷിന്റെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് അവന്റെ മാല തന്നെയാ എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, ഉറപ്പാണോ? ഉറപ്പാ എടുത്തി, എനിക്ക് ഉറപ്പുണ്ട്, ഇത് ധനുഷിന്റെ കഴുത്തിൽ കിടന്നത് തന്നെയാ, ഞാൻ ഈ മാല അവന്റെ കഴുത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് അനഘ ഉറപ്പിച്ചു പറഞ്ഞപ്പോഴേക്കും, അപ്പോ അജയന്റെ മരണവുമായി ബന്ധം ധനുഷിനുണ്ടെന്നാണോ പറയുന്നത്? ധനുഷിന് അജയന്റെ മരണത്തിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക എടുത്തി എന്നിങ്ങനെ അനഘ ചോദിക്കുമ്പോൾ ആകെ സംശയത്തിലായ അർച്ചന. അപ്പോഴേക്കും അനഘ ചോദിച്ചു, പക്ഷെ അജയനെ അവിടെ കെട്ടിയിട്ടത് നമ്മളല്ലേ എടുത്തി എന്ന് ചോദിച്ചതും അർച്ചനയ്ക്ക് ആകെ ടെൻഷൻ കൂടി. അർച്ചന വേഗം ആ മൊബൈൽ ഫോണും വാങ്ങിച്ചുകൊണ്ട് സച്ചിയുടെ അരികിലേക്ക് അർച്ചന എത്തുന്നു. അനഘയും ആ വാർത്ത കേട്ടാകെ ഭയന്ന് നിൽക്കുമ്പോൾ സച്ചിയുടെ അരികിലേക്ക് എത്തി അർച്ചന സച്ചിയോട് വിവരങ്ങൾ പറഞ്ഞു. സച്ചിയേട്ട ആകെ പ്രശ്നമായി. ആ അജയന്റെ ഡെഡ് ബോഡി എന്ന് തോന്നുന്ന ഒരു ഡെഡ് ബോഡി ആ പാറമടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ ACP കാർത്തിക് വിളിച്ചു. അത് ശാലിനി പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചാണ് എന്നെ വിളിച്ചത്. അജയനെ നമുക്കറിയാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അയാൾ ഇപ്പോ അവന്റെ ദേഹത്ത് നിന്ന് ഒരു മാല കണ്ടെത്തിയിട്ടുണ്ട്. ആ മാല എനിക്ക് അയച്ചു തന്ന് ഇത് നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും കഴുത്തിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി ചോദിച്ചു, എടോ താനത് ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ആ മാല ഞാൻ നോക്കി നിന്നപ്പോ അനഘ റൂമിലേക്ക് കിച്ചണിൽ വന്നിരുന്നു. അനഘ ആ ഫോട്ടോ നോക്കിയിട്ട് അവൾ പറഞ്ഞത് അത് ധനുഷിന്റെ മാലയാണെന്നാണ്. അതാണ് സച്ചിയേട്ട ആകെ പ്രശ്നം. അത് കേട്ടതും അച്ഛനെ ചോദിച്ചു, ധനുഷിന്റെ മാലയാണെന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, നമ്മൾ അന്ന് കണ്ടതും ധനുഷിന് ഈ മരണത്തിന് പിന്നിൽ എന്തോ കൈയുണ്ടെന്ന് നമുക്ക് ഉറപ്പായിരുന്നല്ലോ. ധനുഷിന്റെ കാറിന്റെ ആ വീൽ കപ്പ് കണ്ടതും ധനുഷുമായി അവിടെ ധനുഷ് നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ നമ്മുടെ സംശയം ശരിയായിരുന്നു എന്ന് ഈ ഒരു സംഭവത്തോടെ നമുക്ക് തീർച്ചപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നമ്മൾ അതൊക്കെ കണ്ടെത്തിയ തെളിവുകൾ മാത്രമാണ്, നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പക്ഷേ പോലീസിന് അങ്ങനെ ആകണമെന്നില്ല. കാരണം ധനുഷിന്റെ മുന്നിൽ ഇത് അവന്റെ മാലയാണെന്ന് പറഞ്ഞ് പോലീസ് എത്തിയാൽ തന്നെ ധനുഷ് പറയും, ഇതുപോലെയുള്ള ഈ ഡിസൈനുള്ള മാല എത്രയോ ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ കൈയൊഴിയും. പക്ഷേ വീണ്ടും അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വന്നെത്തുക നമ്മളിലേക്കാണ്. അനഘയെ രക്ഷപ്പെടുത്താനായി അന്ന് അവനെ ആ റൂമിൽ പൂട്ടിയിട്ടത് നമ്മളായിരുന്നു സച്ചേട്ടാ. അവസാനമായത് അജയനെ കണ്ട് ആളുകൾ എന്ന രീതിയിൽ നമ്മളെയാണ് പോലീസ് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ACP കാർത്തിക് എന്ന് പറയുന്ന ആള് വളരെ ബ്രില്യൻ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ അന്വേഷണവുമായി എത്തിച്ചേരുമെന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, അതാണ് സച്ചിയേട്ടാ എന്റെയും ആശങ്ക. അവസാനം അവൻ നിരപരാധികളായ നമ്മുടെ മേൽ തന്നെ ഈ വലിയൊരു കൊലക്കുറ്റം എത്തിക്കുമോ എന്നാണ് എന്റെ ആശങ്ക. നമ്മളിൽ തന്നെ ഈ ഒരു കുറ്റം നമ്മളിൽ ആരോപിക്കപ്പെടുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് പറഞ്ഞതും സച്ചി ആകെ ടെൻഷനിലായി. ഇനിയിപ്പോ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് അവർ ആശങ്കപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആതിരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ധ്യാനന്ദ മാഷും കമലയിടത്തിയും മീരയും അനൂപുമൊക്കെ ആതിരയെ കുറിച്ചും ആതിരയുടെ കുഞ്ഞിനെ കുറിച്ചും ഡോക്ടർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ എങ്ങനെ കാത്തു ഇരിക്കുന്ന നേരത്ത് കമലയിടത്തി ആകെ ടെൻഷനിലായി. കുട്ടിക്കറിഞ്ഞുകൊണ്ട് കമലയിടത്തി അങ്ങനെ ഇരിക്കുമ്പോൾ അനൂപ കുറെ തവണ സന്ദീപിനെ വിളിച്ചു നോക്കിയിട്ടും കോള് കിട്ടാത്തതിൽ ആകെ ടെൻഷനായി. അപ്പോഴേക്കും മീരടുത്തി പറഞ്ഞു, ഇനി ചിലപ്പോ സന്ദീപ് അർച്ചനയുടെ അരികിലേക്ക് പോയിട്ടുണ്ടാകും, അനൂപേട്ടൻ അർച്ചനയെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേഗം ICUവിൽ നിന്ന് പുറത്തേക്ക് വന്ന നേഴ്സ് കുറച്ച് മെഡിസിൻ മേടിക്കണമെന്നും ഇത് അത്യാവശ്യമാണെന്നും ഇപ്പോൾ തന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് അനൂപിന്റെ കയ്യിലേക്ക് ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. അത് വാങ്ങിച്ച് അനൂപ് ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന നേരത്ത് അവിടെ വാതിൽക്കൽ ICUവിന് മുന്നിൽ നിന്ന് കരയുന്ന കമലയിടത്തിയെ കണ്ടതോടെ നേഴ്സ് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിന്ന് കരയരുത്, നിങ്ങൾ അപ്പുറത്തെങ്ങാനും മാറിയിരിക്കുന്ന പറഞ്ഞ് ആ നേഴ്സ് ദേഷ്യപ്പെടുന്നു. ആ നേഴ്സിന്റെ വാക്കുകൾ കേട്ട് സങ്കടത്തോടെ കമലയിടത്തി വീണ്ടും കരയുന്നത് കണ്ട് മീര കമലയിടത്തിയെ സമാധാനപ്പെടുത്തുന്നു. ആതിരയ്ക്കും കുഞ്ഞിനും എന്താ സംഭവിച്ചതെന്ന ആശങ്കയായിരുന്നു അവരുടെ മനസ്സിൽ. അപ്പോഴാണ് സന്ദീപ് നെല്ലിശ്ശേരിയിലേക്ക് എത്തിയതും സന്ദീപിനെ ആ ഫോട്ടോ കാണിച്ച് അർച്ചനയും സച്ചിയും നടന്ന സംഭവങ്ങളൊക്കെ സന്ദീപിനെ അറിയിച്ചു. സന്ദീപ് നോക്കിയതിനു ശേഷം അർച്ചനയോടും സച്ചിയോടും പറഞ്ഞു, എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എടുത്ത് എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവന്റെ കൊലപാതകത്തിന് പിന്നിൽ ധനുഷാണെന്നുള്ള കാര്യം ഉടനെ തന്നെ ആ ACP കണ്ടെത്തിക്കോളും. അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ തെളിവുകളും കണ്ടെത്തി അവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നതിന് അദ്ദേഹം തന്നെ വിധി എഴുതിക്കോളും. അതോർത്തിനെ ചേച്ചി എടുത്തി ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പക്ഷേ നമ്മൾ
പറയുന്നത് പോലെ നമ്മൾ കണ്ടെത്തിയ തെളിവുകൾ പോലെ പോലീസുകാർക്ക് അങ്ങനെ തെളിവുകൾ കിട്ടണമെന്നില്ലല്ലോ. അത് മാത്രമല്ല, ധനുഷിനെ അറസ്റ്റ് ചെയ്യാനായി എത്തിയാൽ തന്നെ ധനുഷ് പറയുക ഇത് അവന്റെ മാലയല്ല എന്ന് പറഞ്ഞ് അവൻ ചിലപ്പോൾ തടി തപ്പിയാലോ. ഇതുപോലെ പലർക്കും ഇതേ ഡിസൈനുള്ള മാലയുണ്ടെന്നും ഈ ഒരു ഡിസൈൻ വെച്ച് ഇത് തന്റെ മാലയാണെന്ന ഒറ്റ കാരണത്താൽ താനാണ് ഈ കൊലപാതകി എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ധനുഷ് ചോദിച്ചാൽ നമ്മളാവില്ലേ അവസാനം പ്രതിയാവുക. അത് കേട്ട സന്ദീപ് പറഞ്ഞു, നമ്മള് അവനെ അവസാനമായി കണ്ടു എന്നത് ശരി തന്നെയാണ്. അനഘയെ രക്ഷിക്കാനായി നമ്മൾ അവനെ കാണുകയും അവനെ മർദ്ദിക്കുകയും ചെയ്തു. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അവനെ കൊല ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാവല്ലോ. നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മളെ അവർക്ക് കുറ്റക്കാരാക്കാൻ കഴിയും? അതുമല്ല, നമ്മൾ അവനെ കണ്ടിരുന്നു എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിയോടും സന്ദീപിനോടും അർച്ചന പറഞ്ഞു, ഇനിയിപ്പോ വളരെ നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയാണ് ധനുഷ് ഈ കേസ് വളച്ചൊടിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അർച്ചന ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. സന്ദീപ് ഫോൺ എടുത്ത് നോക്കിയിട്ട് അമ്മയെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ സന്ദീപിനെ കുറിച്ച് വല്ലതും പറയാൻ, ആതിരയുടെ കാര്യത്തിൽ സന്ദീപിനെ കാണാത്തതിന്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും ഓർത്ത് ഫോൺ എടുക്കുമ്പോൾ അനൂപിന്റെ കോള് കണ്ട ഉടനെ അർച്ചന കോൾ അറ്റൻഡ് ചെയ്ത് എന്താ ഏട്ടാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനൂപ് വിവരങ്ങൾ പറഞ്ഞത് കേട്ട് അർച്ചന ടെൻഷനോടെ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും സച്ചിയും സന്ദീപും എന്ത് പറ്റി, എന്താ അത് അർച്ചനെ സംഭവിച്ചത്, താൻ എന്താ ടെൻഷനോടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അർച്ചന ആകെ ടെൻഷനോടെ തന്നെ സന്ദീപിനോടും സച്ചിയോടും പറഞ്ഞു, അത് വേറൊന്നുമല്ല, ആതിര ഹോസ്പിറ്റലിലാണെന്നും രാവിലെ ആതിര ബോധം കെട്ട് വീണെന്നും അമ്മ റൂമിലേക്ക് ചെന്നപ്പോ ബോധം കെട്ട് കിടക്കുന്ന ആതിരയാണ് കണ്ടതെന്നും കുറെ തവണയായി അനൂപേട്ടനും സന്ദീപിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോൺ കിട്ടാത്തതുകൊണ്ട് അവരെല്ലാവരും ആകെ ടെൻഷനിലാണെന്നാണ് അമ്മ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം, അനൂപേട്ടനും മീരടത്തിയും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പോകാം, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കൂടി അവരോട് പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞ് സച്ചിയും സന്ദീപും അർച്ചനയും കൂടി ആതിരയെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നെത്തിയതിനു ശേഷം എല്ലാ വിവരങ്ങളും അവർ മനസ്സിലാക്കി. ആതിരയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല എന്നും പിന്നെ പ്രസവത്തിന് സമയം അടുത്തിരിക്കുകയായിരുന്നു, അഡ്മിറ്റ് ആകേണ്ട ദിവസം അടുത്ത് വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് 1-2 ദിവസം നേരത്തെ അഡ്മിറ്റ് ആകാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വീഴ്ചയുടെ ആഘാതം കൊണ്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതും എല്ലാം അർച്ചനയും സച്ചിയും അറിയുന്നു. എന്നാലും ആതിരയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാകാത്തതിന്റെ ആശ്വാസമായി എല്ലാവർക്കും. അപ്പോഴാണ് അർച്ചന മറ്റൊരു കാര്യം അനൂപിനോടും മീരടത്തിയോടും അറിയിച്ചത്. അജയന്റെ മരണ വാർത്ത അവരറിഞ്ഞതോടെ ആകെ ടെൻഷനിലായി എല്ലാവരും. അപ്പോഴേക്കും അജയനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതിന്റെ പിന്നിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ധനുഷിന്റെ മാല അജയന്റെ ആ ബോഡിയിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരം അർച്ചന അറിയിച്ചു. ഇനി ഇത് ആ ധനുഷിന്റെ തന്നെ മാലയാണോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം. ഇത് ധനുഷിന്റെ തന്നെ മാലയാണോ എന്ന് വരുത്തേണ്ട രീതി എങ്ങനെയാണെന്ന് എനിക്കറിയാം, അതിന് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന അതിനു വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്തു കഴിഞ്ഞു. പിന്നീട് സച്ചിയോടൊപ്പം അർച്ചന തിരികെ വീട്ടിലെത്തിയപ്പോ അതേ ധനുഷിൻ്റെതെന്ന് തോന്നുന്ന അതേപോലെയുള്ള ഒരു മാല ജ്വല്ലറിയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് ധനുഷിന്റെ റൂമിലേക്ക് എത്തി അർച്ചന ആ മാല ധനുഷിനെ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് എനിക്ക് ഒരിടത്ത് നിന്ന് കിടന്നു കിട്ടിയതാണ്, ഇത് ധനുഷിൻ്റെതാണെന്ന് അറിയാനാണ്. വീട്ടിൽ ആരുടെയും കഴുത്തിൽ ഇങ്ങനെ ഒരു മാല കണ്ടിട്ടില്ല. പിന്നെ ഇത് ഇവിടെ വേറെ ഒരാളായിട്ട് അപരിചിതനായിട്ടുള്ളത് ധനുഷ് മാത്രമാണല്ലോ, പുതിയതായി എത്തിയ ആള്. ഇതിനി ധനുഷിൻ്റെതാണെന്ന് അറിയാനാണ് ഞാൻ ഇതുമായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോ ധനുഷ് ആ മാല വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റേത് തന്നെയാ, അല്ല എടുത്തേക്ക് ഇത് എവിടെ കിടന്നാ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ധനുഷിന്റെ വളരെ സ്നേഹത്തോടെയുള്ള ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെയുള്ള സംസാരം കേട്ട് അർച്ചന പറഞ്ഞു, ഈ മാല കിട്ടിയത് എനിക്കല്ല, ഈ മാല കിട്ടിയത് സത്യത്തിൽ കേരള പോലീസിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു ധനുഷ് ആകെ ഞെട്ടി. അങ്ങനെ ധനുഷ് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, അവർക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് ധനുഷിന്റെ പേരിൽ. ധനുഷിന്റെ ഈ മാല എങ്ങനെയാണ് അവരുടെ കൈകളിൽ എത്തിയെന്നുള്ള വിവരം അല്പസമയത്തിന് ശേഷം ധനുഷിന് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അവിടേക്ക് എത്തിയ അവന്തിക ധനുഷിന്റെയും അർച്ചനയുടെയും സംസാരം കേൾക്കാനിടയായി. ഉടനെ ധനുഷ് പറഞ്ഞു, ഇങ്ങനെയുള്ള ഡിസൈൻ പല ആളുകൾക്കും ഉണ്ടല്ലോ, ഇതിപ്പോ എന്റെ മാല മാത്രമാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അർച്ചന പറഞ്ഞു, അതും ശരി തന്നെയാ ധനുഷ്, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരേ ഡിസൈനുള്ള മാല എത്രയോ ആളുകൾക്കുണ്ട് എന്ന് അർച്ചനയും സമ്മതിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവന്തിക അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കണം. അവന്തിക ആ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ അർച്ചന റൂമിൽ നിന്ന് പോയതിനു ശേഷം അവന്തിക വേഗം ധനുഷിന്റെ അരികിലേക്ക് എത്തി. എന്താ കാര്യം എന്നറിയാനായി അവിടേക്ക് എത്തുന്ന നേരത്ത്
അവന്തികയുടെ സംസാരം അർച്ചനയും ധനുഷും കൂടി സംസാരിച്ചത് കേൾക്കാൻ കഴിയാത്തതിന്റെ ആശങ്കയിൽ അവന്തിക വന്ന കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് ധനുഷിന്റെ മാല അത് കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയെന്ന രീതിയിലുള്ള അർച്ചനയുടെ സംസാരത്തെ കുറിച്ച് ധനുഷ് അറിയിച്ചത്. അപ്പോഴേക്കും അവന്തിക അല്പം മുമ്പ് സച്ചിയും അർച്ചനയും കൂടി സംസാരിക്കുന്നത് താൻ അല്പം മുമ്പ് കേൾക്കാനിടയായി എന്ന കാര്യം അവന്തിക ധനുഷിനോട് പറഞ്ഞു. ആരുടെയോ ഒരു ഡെഡ് ബോഡി ഏതോ പാറമടയിൽ നിന്ന് കണ്ടെത്തിയെന്നും അതിൽ കിടന്ന മാല അത് ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്നായിരുന്നു അവരുടെ സംഭാഷണത്തിൽ നിന്ന് കേട്ടതെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് ഞെട്ടലോടെ അവന്തികയോട് പറഞ്ഞു, അവന്തികയെ, നീ പറഞ്ഞ സത്യം തന്നെയാണോ? എന്നാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുകയാണ് എന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ധനുഷ് തന്റെ മാല തന്നെയാണ് അവരുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നതെന്ന തിരിച്ചറിവിൽ ഇനി എന്ത് ചെയ്യുമെന്നും താൻ ആകെ പെട്ടുപോയെന്ന ആശങ്കയിൽ ധനുഷ് നിൽക്കുന്നു.